ടെസ്റ്റുകൾ നോർമലായിട്ട് അവർ ചെയ്യുന്ന ടെസ്റ്റില് നോർമലായെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും അറിയില്ലല്ലോ ബേസിക്കലി. ഇപ്പം നമ്മൾ സാധാരണ പോയി നോക്കുന്നത് എന്താ? കൊളസ്ട്രോൾ നോക്കും. ബിപിക്ക് മരുന്നെടുത്തോണ്ട് ബിപി നോർമലാന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അതുപോലെ കൊളസ്ട്രോളിന് മരുന്നെടുത്തോണ്ട് കൊളസ്ട്രോൾ നോർമലാണ് എനിക്കൊരു കുഴപ്പമില്ലായെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആക്ച്വലി കൊളസ്ട്രോളിനേക്കാളും മോർ ഇമ്പോർട്ടന്റ് ട്രൈഗ്ലിസറൈഡാണ്. ഈ നമ്മളെ രക്തക്കുഴലിലൊക്കെ ബ്ലോക്ക് വരുത്തുന്നത് ട്രൈഗ്ലിസറൈഡാണ്. അതുപോലെ ഇൻസുലിൻ ലെവലാണ്. നമ്മളുടെ ഈ കൊഴുപ്പെല്ലാം കൊണ്ടുപോയി രക്തക്കുഴലിൽ അടിയിക്കാൻ കാരണം ഇൻസുലിനാണ്. അപ്പോൾ ഇൻസുലിൻ ലെവൽ അറിയണം. ഇതൊന്നും ആരും ചെക്ക് ചെയ്യുന്നില്ല. ഇൻസുലിൻ ലെവൽ ചെക്ക് ചെയ്യുന്നില്ല. ട്രൈഗ്ലിസറൈഡ് നോക്കുന്നുണ്ടാകും. പക്ഷേ ട്രൈഗ്ലിസറൈഡിന് മരുന്നില്ലാത്തതുകൊണ്ട് ആരും അതിനെ മൈൻഡ് ചെയ്യില്ല. കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിൻ കൊടുത്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും. പക്ഷേ അതുകൊണ്ട് ട്രൈഗ്ലിസറൈഡ് കുറയുന്നില്ല. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്ന പേഷ്യൻറ്റും അവർ കരുതുന്നത് അവർ ഓക്കെ ആണെന്നാണ്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ഉം 20ഉം കിലോ ഒക്കെ ഓവർ വെയിറ്റ് ഉള്ളവരാണ് ഇവിടുത്തെ നോർമലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അവർ ഓൾറെഡി ഒത്തിരി ഓവർ വെയിറ്റ് ആണ്. സയന്റിഫിക്കലി ബോഡി കമ്പോസിഷൻ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ബോഡിയിൽ ഒത്തിരി ഫാറ്റ് കൂടുതലാണ്. അത് രക്തക്കുഴലിലും അടിഞ്ഞിട്ടുണ്ടാകും. അത് പെട്ടെന്ന് അതും ഫുള്ളി ബ്ലോക്ക് ആകുന്നതിനൊക്കെയാണ് നമ്മൾ ഈ ആൻജിയോഗ്രാം ചെയ്തിട്ട് സ്റ്റെന്റ് ഇടണമെന്നൊക്കെ പറയുന്നത് 80% 90% ബ്ലോക്ക് വരുമ്പോഴാണ്. ഈ 40% 30% അല്ലെങ്കിൽ 50 ഓർ 60% ബ്ലോക്ക് ഉള്ളതാണ് ഈ ചില സ്പെഷ്യൽ സമയത്ത് അതവിടുന്ന് ലീക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ഫാറ്റ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചെറിയ പിമ്പിൾ പോലെ നമുക്ക് രക്തക്കുഴലിനുള്ളിൽ ചെറിയ ചെറിയ പിമ്പിൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അപ്പോൾ അതിങ്ങനെ പിമ്പിൾ പൊട്ടുമ്പോൾ വരുന്നത് പോലെ ഈ ഒരു ഫാറ്റ് ഊസ് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ പോയി ബ്ലഡ് ക്ലോട്ട് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അതൊരു ചെറിയ രക്തക്കുഴലിലാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷേ വലിയ രക്തക്കുഴലിലാണെങ്കിൽ അതായത് റൈറ്റും ലെഫ്റ്റും 2 മെയിൻ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ വല്ലതും ആണ് ഇങ്ങനത്തെ ഈ പ്ലാക്ക് ലീക്ക് ചെയ്തിട്ട് അതേ പോയി കട്ട വരുന്നതെങ്കിൽ നമ്മൾ ഒരു മാസീവ് അറ്റാക്ക് ആയിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ എത്തിയില്ല എന്നിരിക്കും. ചെറിയ അറ്റാക്കുകൾ ഹോസ്പിറ്റലിലെത്താം, രക്ഷപ്പെട്ടു പോയെന്നിരിക്കും. ഹോസ്പിറ്റലിൽ എത്തിയെന്ന് മാത്രമല്ല, അത് നമ്മുടെ ആ ബോഡിയുടെ ഒരു ഇതും പിന്നെ നമ്മൾ ഇച്ചിരി കെയറൊക്കെ എടുക്കുമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളത് രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കണം. പലതും നമ്മളെല്ലാം ഓക്കെ ആണെന്ന് പറയുന്നത് നമ്മൾ മോർ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, അതായത് രക്തക്കുഴലുകളിൽ എൻഡോത്തീലിയർ അതായത് രക്തക്കുഴലുകളുടെ ഉള്ളിലെ മാർക്കേഴ്സ് ഉണ്ട്. HSCRP, അതുപോലെ ഹോമോസിസ്റ്റിൻ, ഇതൊക്കെ അതുപോലെ മറ്റ് ജസ്റ്റ് ലൈഫ് പ്രൊഫൈൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറിഡും അല്ലാതെ കുറച്ചും കൂടി ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ലൈപ്പോ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞതുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളൊരു സൂപ്പർഫിഷ്യൽ ആയിട്ട് ഒരു പ്രിലിമിനറി ബ്ലഡ് ടെസ്റ്റിലെല്ലാം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.